സഖാക്കളെ, ഇനി തോൽവിനെ അന്വേഷിച്ച് 24 മണിക്കൂറൊന്നും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി കൂടി ആലോചിച്ചണ്ട. വേറൊരു 2 മിനിറ്റ് കൊണ്ട് തീരാൻ പറ്റുന്ന പ്രശ്നമുള്ളൂ. നിങ്ങളെ തോൽവിന്റെ കാരണം എന്താണ്? ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, വർഗീയവാദി വെള്ളാപ്പള്ളി നടേശനേറ്റ് പിണറായി വിജയന്റെ കൂട്ടുകെട്ട്. അതാണ് ഒരു തോൽവിക്ക് കാരണം. പിന്നെ അയ്യപ്പന്റെ സ്വർണ്ണമാണ് നിങ്ങൾ കട്ടെടുത്ത്. ആ അയ്യപ്പന്റെ സ്വർണ്ണ ശബരിമലയിൽ നിന്ന് ഒന്നായിട്ട് കട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചെറിയൊരു കള്ളന്മാരല്ല. CPIM-ന്റെ പാർട്ടി മെമ്പർമാരും മുൻ MLA-യും അതുപോലെ തന്നെ CPIM-ന്റെ നേതാക്കന്മാരുടെ മന്ത്രിമാരുടെ ഒക്കെ സ്റ്റാഫും കാര്യമൊക്കെ ആയിട്ട് പ്രവർത്തിച്ച N. വാസുവിനെ പോലത്തെ ആളുകളാണ്. ഇത് ഇവിടുത്തെ വിശ്വാസികളെ മനസ്സിലുണ്ടാവും. സഖാക്കൾ മനസ്സിലായിക്കൂലേ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം പഞ്ചായത്ത് UDF ഭരിച്ചിട്ടുണ്ടോ? കോർപ്പറേഷൻ ഭരിച്ചിട്ടുണ്ടോ? ഏത് കാലത്തും കോർപ്പറേഷന്റെ ഭരണം CPM നിലനിർത്തല്. അവിടെ പോലും പോവുക. 4 കോർപ്പറേഷനാണ് ആർക്ക് UDF-ന് കിട്ടിയിട്ടുള്ളത്. ഒരു കോർപ്പറേഷൻ BJP-ക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP-ക്ക് കിട്ടാനുള്ള കാരണം കൂടി സഖാക്കൾ മനസ്സിലായിക്കോ. നിങ്ങളെ ഈ കള്ളത്തരം കൊണ്ടാ, സ്വർണം കട്ടെടുത്ത പ്രശ്നം കൊണ്ടാ. അവിടെ തിരുവനന്തപുരത്ത് വലിയൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ കോടിക്കണക്കിന് റുപ്യന്റെ സ്വർണ്ണം ഉണ്ട്. അത് നിങ്ങൾ കട്ട് കൊണ്ടുപോകുമോ എന്നുള്ള പേടിച്ചിട്ട് BJP-ക്കാർ അവിടെ നടത്തിയ പ്രചരണം അതാ. നിങ്ങൾ മനസ്സിലായിക്കോളി. നിങ്ങളെ പേടിച്ചിട്ട് വോട്ട് ചെയ്യുക ആളുകൾ. വിശ്വാസികളുടെ മുഴുവങ്ങൾ കട്ടുകൊണ്ടുപോകും. നിങ്ങൾ ചിന്തിച്ചു നോക്കി. കഅബന്റെ എന്തെങ്കിലും ഒരു സാധനം കട്ടുകൊണ്ടെന്നോനെ മുസ്ലിങ്ങൾ ജയിപ്പിച്ചോ? അതെന്നെ പ്രശ്നം. അതാണ് വിഷയം. നിങ്ങൾ മനസ്സിലാക്കി നോക്കി. എന്നിട്ട് വോട്ട് ചെയ്തവരെ പുച്ഛിച്ച് തല്ല ആര്? MM മണി പെൻഷൻ കൊടുത്ത് നക്കിട്ട് വോട്ട് ചെയ്തില്ല. ഇവലൊക്കെ കൂട്ടക്കാരൊന്നും എടുത്തു കൊടുത്താ പൈസ. നിങ്ങൾ നോക്കണം. ഇവരെ പെരേന്നെടുത്ത് കൊടുത്ത് തിന്നാണെങ്കിലോ? ഞങ്ങളൊക്കെ ഞങ്ങളുടേതായിട്ടുള്ള പ്രവർത്തനം നടത്തി ഡയറി സെന്ററും മറ്റുള്ളതൊക്കെ നടത്തുന്നല്ല കാരുണ്യ പ്രവർത്തനം. ഇത് അതല്ല. ഖജനാവിന്ന് എടുത്ത് തന്നിട്ട് അതിന് ഇവർക്ക് വോട്ട് ചെയ്യാത്തതിന് നക്കി മറ്റേ മറിച്ചേ പറയാ. ഇവരെ പ്രശ്നങ്ങളാ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് ഇനി കമ്മിറ്റി കൂടി നേരം വെളുക്കണ്ട. കമ്മിറ്റി കൂടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് തോൽവി എന്ന് പരിശോധിക്കണ്ട. ആ പരിശോധന 2 മിനിറ്റ് കൊണ്ട് തീരും. ഈ വർഗീയതയെ പിടിച്ച് ഒപ്പം കൂട്ടിയിട്ട് കേരളത്തിലെ മതേതരത്വം നശിപ്പിച്ചാൻ CPM മെനക്കെടണത്ര വേറെ ആരും ഉണ്ടാവില്ല. അതാണ് നിങ്ങളെ തോൽവിക്ക് കാരണം. പിന്നെ നിന്റെ പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം പുലിക്കൽ, മലപ്പുറം ജില്ലയിലെ പുലിക്കൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞ പഞ്ചായത്ത് CPM ഭരിച്ചതാ ഒരു സീറ്റിന്റെ ഇതിന്. ഇപ്പൊ 24 സീറ്റ് ഉണ്ട്. ആ 24 മെമ്പർമാരുടെ 21 സീറ്റും ഞങ്ങൾ UDF നേടിയിട്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ പുലിക്കൽ പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിച്ചിട്ടുള്ളതും കൂടി എൻ്റെ സഹോദരന്മാരായിട്ടുള്ള ആളുകളെ ഞാൻ അറിയിക്കാം.